ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാബാൻ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ചർച്ച മുതൽ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് ട്രൈപോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡ് വെക്കുന്നത്. അതൊന്നും വേണ്ട. ഇനി ഒരു 5 പൈസന് ചിലവ് സൂപ്പർ ട്രൈപോഡ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഇതേപോലത്തെ അല്ലെങ്കിൽ ഏത് വടിയാലും കുഴപ്പമില്ല, ഒരു വടിയും പിന്നെ 2 റബ്ബറും കൊണ്ട് ഒരു സൂപ്പർ ട്രൈപോഡ് ഉണ്ടാക്കാം. പിന്നെ അത് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ കടന്നിട്ട്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ 2 സാധനങ്ങൾ എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇത് രണ്ടായിട്ട് നമുക്ക് ട്രൈപോഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ എത്രയോ 300 ചില്ല പൈസ കൊടുത്തിട്ട് നിങ്ങൾ ട്രൈപോഡ് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ആവശ്യവുമില്ല. ഒരു സൂപ്പർ ഒരു 5ൻ്റെ പൈസ ചിലവ് കുറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലും പിന്നെ സൂപ്പർ ആകെ കുറച്ച് സാധനങ്ങളുള്ളൂ. പിന്നെ ഒരു കേസിൽ ഒരു മണ്ണ് നിറച്ചിട്ട് ഒരു ചെടിച്ചട്ടിയില അല്ലെങ്കിൽ കേസിൽ മണ്ണ് നിറച്ചിട്ട് അതിനുള്ളിൽ കുത്തിച്ചിട്ടാണ് ഈ ട്രൈപോഡ് ഉണ്ടാക്കാം. അപ്പോൾ സുഖമായിട്ട് ആകെ 3 സാധനങ്ങൾ കൊണ്ട് 5ൻ്റെ പൈസ ചിലവില്ലാതെ നമുക്ക് സൂപ്പർ ട്രൈപോഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വേറെ യൂട്യൂബിൽ വീഡിയോ കണ്ടത് അതൊന്നും ഞാനിപ്പോൾ ഒരു ട്രൈപോഡ് മേടിക്കാനല്ലോ. എനിക്കിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ട്രൈപോഡ് എന്തായാലും അത്യാവശ്യമാണ് യൂട്യൂബേഴ്സ്. അപ്പോൾ അതിന് എന്താ ചെയ്യുക, ഞാൻ തന്നെ ആലോചിച്ച് ഉണ്ടാക്കിയൊരു ഐഡിയ ആണ്. ഇത് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ വന്നൊരു ഐഡിയ ആണ്. ഇത് എങ്ങനെ ട്രൈപോഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൈസ ഇല്ലായിട്ട് ട്രൈപോഡ് പഠിക്കാത്തൊന്നുമല്ല, എൻ്റെ ബുദ്ധി തോന്നി. പിന്നെ ഇതിനാவது ട്രൈപോഡ് ഇത്രയും നല്ല ക്ലാരിറ്റി നല്ല സൂപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഒരു ട്രൈപോഡ് വെച്ച് ഞാനിപ്പോൾ ഈ ട്രൈപോഡിന് വീഡിയോ ചെയ്യുന്നത്. ഗൈസ്, വീഡിയോയിൽ കടക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടാം. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആദ്യമായി തന്നെ ട്രൈപോഡ് ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു കീസ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയാ എന്തായാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് മണ്ണ് നിറക്കുക. എന്നിട്ട് വടി ഇങ്ങനെ കുത്തി വെക്കുക. ഇനി സീല കെട്ടണമെന്നില്ല, ഞാൻ വെറുതെ ഇത് കെട്ടിയാണ്. സീല കെട്ടണമെന്നില്ല. എനിക്കിപ്പോൾ ഏത് വടിയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ സ്റ്റീലിൻ്റെ വടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നല്ല ഉറപ്പിച്ച് കുത്തി വെക്കുക, സ്ട്രൈറ്റ് ആയിട്ട്. ഇത് നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രൈപോഡുമായി വീഡിയോ ഒക്കെ ചെയ്യാറ്. എന്നതിന് ശേഷം എങ്ങനെ മൊബൈൽ വെക്കാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ട്രൈപോഡ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ആദ്യത്തെ ട്രൈപോഡിനുണ്ട്. അപ്പോൾ ഇതൊരു കേടെന്ന ഫോണാണ് കേട്ടോ. ഈ ഫോണാണ് നമ്മൾ അവിടെ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എക്സാമ്പിളിന് നിങ്ങൾ ഈ ഫോണ് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക, എങ്ങനെയാണ് വെക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ട്രൈപോഡുമേ ഈ ഫോൺ വെക്കുക, ഞാൻ കാണിച്ചു തരാം. ട്രൈപോഡുമേ ഫോൺ വെക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഈ ഫോൺ എടുക്കുക. ഫോണിന്മേലാണ് നമ്മൾ ആദ്യം റബ്ബർ ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റബ്ബർ കെട്ടാനൊക്കെ ഉണ്ടാവാത്ത ആളുണ്ടാവില്ല. റബ്ബറൊന്നും എടുത്തിട്ട് അങ്ങനെ കെട്ടേണ്ട രീതി നമ്മൾ പറഞ്ഞുതരാം. ഇത് എടുക്കുക, എന്നിട്ട് 2 റബ്ബർ അവിടെ വെക്കുക. ഞാനിപ്പോൾ ഏകദേശം കെട്ടി കഴിഞ്ഞിട്ട് ഈ 2 റബ്ബർ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതെടുത്തിട്ട് ഞാൻ ഒന്ന് ഉള്ളിലേക്ക് ഇട്ടാൽ നമുക്ക് സെറ്റായിട്ട് കെട്ടാൻ പറ്റും. ഇന്ന് റബ്ബർ എടുത്തിട്ട് ആദ്യം ഫോൺ നമുക്കൊന്നില്ല നല്ല സെറ്റായിട്ട് ഫോൺ നമുക്കൊന്ന് ഇട്ട് വെക്കാം. ഫോണുമ്പോൾ നല്ല നടുക്കാക്കി വെക്കണം കേട്ടോ. നടുക്കാക്കിയതിന് ശേഷം ഈ ഫോണുമ്പോൾ ഈ റബ്ബർ ഇട്ടില്ല, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൂട്ടണം. നമ്മൾ റബ്ബർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണ് നല്ലപോലെ വീഡിയോ ക്ലാരിറ്റിയിൽ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ ഇതിൻ്റെ മുകളിൽ ആ മുകൾ ഭാഗത്ത് ആവണം കേട്ടോ. എന്നിട്ട് ഈ വടിമ ഇതിമൊന്ന് നല്ലപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഈ റബ്ബർ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മൾ ഈ റബ്ബർ ഈ ഫോൺമക്ക് അത് ചുറ്റിന് ശേഷം ഫോൺമക്ക് ഈ രീതിയിലൊന്നും ഇടണം. അപ്പോൾ നമ്മളെ ഫോണ് ട്രൈപോഡ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിൽ എടുക്കാം. അത് ഞാനിപ്പോൾ ഇത് ചെരിഞ്ഞിട്ടായിരിക്കും നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഇതിലൊക്കെ വെക്കാം. അപ്പോൾ അത്
നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഇത് കുറച്ച് വീതി കൂട്ടുക, ഇത് രണ്ട് വീതി കൂട്ടുക. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെച്ചാലും മതി. നടുക്കാക്കി അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് ആക്കി വെക്കണം, എന്നാലും നമുക്ക് ട്രൈപ്പോഡ് നല്ലപോലെ നിൽക്കുള്ളൂ. ട്രൈപ്പോഡ് നല്ലപോലെ നിൽക്കുമ്പോൾ നമുക്ക് ആടാതെ ട്രൈപ്പോഡ് നല്ലപോലെ വെക്കാൻ പറ്റും. നമ്മളെ ട്രൈപ്പോഡ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ മൊബൈൽ സ്റ്റാൻഡ്. ഇതിപ്പോൾ ബാറ്ററി ഇല്ലാത്ത ഫോണിൽ ഞങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചെന്താണ്. ഇതിപ്പോൾ ഒരു കീസ് എടുക്കുക, അതിൻ്റെ മൺചട്ടിയിൽ ഈ വടി കുത്തി വെക്കുക, എന്നിട്ട് അതിന് ശേഷം ഈ മൊബൈൽ എടുത്തിട്ട് റബ്ബർ ഇട്ടിട്ട് ആദ്യമേ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ നൈസായി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കട്ടെ. ഇങ്ങനെ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലത്തെ ടെക് വീഡിയോസാണ് ഞാൻ ഇനി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ വെറുതെ പൈസ ബാക്കി ഒരു ട്രൈപ്പോഡൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. 300 ചില്ല ഉറുപ്പ്യൊക്കെ ഇപ്പോൾ ഒരു ട്രൈപ്പോഡിന് അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല നമ്മളെ ട്രൈപ്പോഡ്. ഇതാണ് നമ്മുടെ ട്രൈപ്പോഡ്. സൂപ്പർ ട്രൈപ്പോഡല്ലേ. അത് ഒരു മറ്റേ ട്രൈപ്പോഡ് മേടിച്ച പോലെ തന്നെ സെറ്റായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇരുന്നിട്ട് വേണമെങ്കിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ലെവൽ ഇത്രയൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഓരോ ലെവലിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രൈപ്പോഡ് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ആവശ്യമില്ല. നമുക്ക് ട്രൈപ്പോഡ് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് വെറുതെ കാശ് കൊടുത്ത് വാങ്ങുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുദ്ധി ചിന്തിച്ച് ഉണ്ടാക്കിയ എല്ലാ യൂട്യൂബിലും മറ്റേ വീഡിയോസൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ട്രൈപ്പോഡ് ഉണ്ടാക്കി. എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് നമുക്കിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ വീഡിയോ ചെയ്യൽ. അപ്പോൾ നമുക്ക് ഇത് ഇളകൊന്നുമില്ല കേട്ടോ. നമ്മൾ റബ്ബർ പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. റബ്ബർ അഥവാ പൊട്ടി വീണാൽ ഫോൺ നിലത്ത് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യും. നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിലും നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.